വിരോധമൊന്നുമില്ല. അത് ഞങ്ങൾക്ക് കൂടെ തോന്നണ്ടേ. ഏതായാലും ഇനി ഇതും പറഞ്ഞ് ആരും ഒരു വഴക്കുണ്ടാക്കി ട്രിപ്പ് മുടക്കാൻ നിൽക്കണ്ട. എന്താടാ ആദി, അപ്പൊ നാളെ തന്നെ നമ്മൾ പോവല്ലേ? അയ്യോ ഞാൻ വരുന്നില്ല. അതെന്താടാ, നിന്റെ ഭാര്യ വരുന്നില്ല എന്ന് പറഞ്ഞതുകൊണ്ടാണോ? ഏയ് എനിക്ക് നാളെ ക്ലാസ് ഉണ്ട്, പോവാതിരിക്കാൻ പറ്റില്ല. ഓ, ഒരു ക്ലാസ്. നീ ഒരു ദിവസം മുടങ്ങാതെ പൊയ്ക്കൊണ്ടിരിക്കുകയാണല്ലോ. അതിൽ ചാടി വന്ന കഥയൊന്നും എന്നെ ഓർമ്മിപ്പിക്കരുത്. അല്ല, നീ ഇത് നേരത്തെ പറയാതിരുന്ന എന്താ? അത് ഞാൻ അപ്പൊ ഓർത്തില്ല. നീ ഓർക്കാത്ത കൊണ്ടൊന്നുമല്ല, നിന്റെ ഭാര്യ വരാത്തോണ്ട് തന്നെയാ. ആദ്യം പോയിക്കോട്ടെ. നാളെ ഒരു ദിവസത്തെ ക്ലാസ് കട്ട് ചെയ്താ പോരെ? എനിക്ക് കൂട്ടായിട്ട് ക്ലാരമ്മ ചേട്ടത്തി നിൽക്കും. അതെന്താടി, ക്ലാരമ്മ വരുന്നില്ലെന്ന് അറിഞ്ഞപ്പോ നിനക്ക് ഇത്ര സന്തോഷം? അതുകൊണ്ടല്ല, അവരോടുണ്ടെങ്കിൽ എനിക്കും കൂടെ ടൂറിന് വരാലോ. അതിന് നിന്നെ ആരും ടൂർ കൊണ്ടുപോകുന്നു? ഞാൻ കൊണ്ടുപോകുന്നു. എനിക്ക് പിന്നെ യാത്രയിൽ ആരാ ഒരു സഹായം? ഞാനൊരു തമാശ പറഞ്ഞതാണേ. ചെമ്പകശ്ശേരി ഗോമതി ഇല്ലാതെ നമുക്ക് എന്താണ് ഒരു ആഘോഷം? അപ്പൊ നമ്മള് ഫിക്സ് ചെയ്യുന്നു. ചെമ്പകശ്ശേരി തറവാട് ഫാമിലി ഗ്രൂപ്പിന്റെ ആദ്യത്തെ ഉല്ലാസയാത്ര നാളെ തന്നെ. എടോ, താൻ എന്ത് പണിയായി കാണിച്ചേ? താൻ എന്തിനാ വരുന്നില്ല എന്ന് പറഞ്ഞേ? എനിക്ക് യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ടാ. എന്ത് ബുദ്ധിമുട്ട്? ഇന്ന് രാമി ചേച്ചിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. എടോ, എല്ലാവരുടെയും ആരോഗ്യസ്ഥിതി ഒരുപോലെ ആവണമെന്നില്ലല്ലോ. തന്റെ ആരോഗ്യത്തിന് ഇപ്പൊ എന്താ കുഴപ്പം? എടോ, ഈ സമയത്ത് മനസ്സിന് സന്തോഷമൊക്കെ വേണ്ടേ? ഞാനിവിടെ ഇരുന്നാളോ, എനിക്കതാ സന്തോഷം. താൻ എന്താടോ ഇങ്ങനെ? എടോ, താൻ കൂടി വന്നാൽ എനിക്കൊരു സന്തോഷം ഉണ്ടാവും. താൻ ലച്ചുവിനെ കണ്ടുപിടിക്കും. അവളുടെ ഒരു ആവേശം കണ്ടില്ലേ? ഞാനെന്തിനാ വല്ലവരെയും കണ്ടുപിടിക്കുന്നെ? എനിക്ക് ഞാനായാ മതി. തനിക്കെന്താ, ഞാനിപ്പോ ഒരു ബാധ്യതയായി തുടങ്ങിയോ? ഛേ, എന്താണോ ഇത്? ഞാൻ അങ്ങനെ എന്തെങ്കിലും മനസ്സിൽ കൂട്ടി വിചാരിക്കുമെന്ന് തനിക്ക് തോന്നുന്നുണ്ടോ? പൂജയില്ലെങ്കിൽ പിന്നെ ആദ്യം ഉണ്ടോടോ? ഏതായാലും ഞാൻ വരുന്നില്ലടോ. ശരി, എന്നാ പിന്നെ ഞാനും പോണില്ല. ആഹാ, ഭാര്യയും ഭർത്താവും കൂടെ അങ്ങനെ അങ്ങ് തീരുമാനിച്ചോ? നീ വരാതിരുന്ന എങ്ങനെയാടാ? അയ്യോ മുത്തശ്ശി, ഞാനൊന്നും പറഞ്ഞില്ല. എനിക്ക് യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ടാണെന്നേ ഞാൻ പറഞ്ഞുള്ളൂ. സങ്കടത്തോടെ ആണെങ്കിൽ അത് ഞാൻ സമ്മതിച്ചു തന്നല്ലോ. മോക്ക് എന്തെങ്കിലും ഒരു മനമാറ്റം വന്നോന്ന് അറിയാനാ ഞാനിപ്പോ ഇങ്ങോട്ട് വന്നേ. അങ്ങനെ ഒരു ശുഭവാർത്ത കേട്ട പ്രായം പോലും മറന്ന് ഞാൻ ഇപ്പൊ ഇവിടെ തുള്ളിച്ചാടും. മുത്തശ്ശി, ശരിക്കും എനിക്ക് വയ്യാത്തോണ്ടാ. അങ്ങനെ അസ്വസ്ഥത വല്ലതും തോന്നുന്നുണ്ടെങ്കിൽ മോൾ ഇന്ന് ഉറക്കം നിൽക്കണ്ട. നിനക്ക് വല്ലതും പഠിക്കാനുണ്ടെങ്കിൽ ഹോളിൽ ചെന്നിരുന്ന് പഠിക്കേ. വെറുതെ മോളെ ബുദ്ധിമുട്ടിക്കണ്ട. ഏയ്, എനിക്ക് കുഴപ്പമൊന്നുമില്ല മുത്തശ്ശി. എന്നിട്ടാണ് യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞേ? പിന്നെ ദത്തം കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇവനെ ബുദ്ധിമുട്ടിക്കില്ലായിരുന്നോ? പോകുന്നത് ഒരുപാട് ദൂരേക്കൊന്നും അല്ലെങ്കിലും കൂട്ടിന്റെ ഒരു ആന്തുണ വേണ്ടേ മോളെ? പിന്നെ ലച്ചു കൂടെ ഉണ്ടെങ്കിൽ ഒന്നും പേടിക്കണ്ട. അവള് 4 ആണുങ്ങൾക്ക് തുല്യവാ. ആദ്യം വരുന്നതില് എനിക്ക് സന്തോഷമുള്ളൂ മുത്തശ്ശി. ഞാനിവിടെ നിന്നോളാം. എന്തായാലും ക്ലാരമ്മ ചേട്ടത്തി ഇവിടെ ഉണ്ടല്ലോ. ശരി, മോളുടെ സന്തോഷം അതാണെങ്കിൽ ഞാൻ നിർബന്ധിക്കുന്നില്ല. ഡേടാ, കാലത്ത് 7 മണിക്ക് പുറപ്പെടണമെന്നാ യാത്രയുടെ ലീഡർ ലച്ചു തമ്പുരാട്ടിയുടെ ഓർഡർ. പഠിക്കാൻ വല്ലതും ഉണ്ടെങ്കിൽ പഠിച്ചിട്ട് നേരത്തെ കിടന്ന് ഉറങ്ങാൻ നോക്കോ? ശരി മുത്തശ്ശി. ശരി മക്കളെ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്.
എടോ, താൻ പൂർണ്ണ മനസ്സോടാണ് ഈ പറഞ്ഞത്? എന്ത് ഗുഡ് നൈറ്റോ? അല്ല, ഞങ്ങളുടെ കൂടെ വരുന്നില്ല എന്ന്. എന്താ എന്താടോ? വയ്യാടോ, ഞാൻ കിടക്കട്ടെ. ഏതായാലും ചെമ്പകശ്ശേരി ഗ്രൂപ്പിന്റെ ആദ്യ യാത്ര സൂപ്പർ. ലജ്ജല്ലേ പ്ലാൻ ചെയ്തത്. അത് പിന്നെ ലച്ചുമോൾ തന്നെ സൂപ്പർ അല്ലേ? ഇതുപോലെ കഴിവുള്ളൊരു പെങ്കൊച്ചിനെ ഈ ലോകത്ത് മഷിയിട്ട് നോക്കിയാ ഓ കിട്ടും. പിന്നെ ഒരുപാടങ്ങ് പതപ്പിക്കല്ലേ ഗോമതി ചേച്ചി. ഞാൻ പൊങ്ങിപ്പോയ പിന്നെ തിരിച്ചു വരാൻ ഭയങ്കര അതെ പാടാ. അതെ, ഇവള് മുങ്ങൽ വിദഗ്ധ. പിടിവിട്ട് പോയാ പിന്നെ തിരിച്ചു കിട്ടാൻ പാടാ. എന്തായാലും ഈ കുറി നമ്മൾ ലച്ചുമോളെ എങ്ങോട്ടും വിടുന്നില്ല. പിടിയാലേ ഇവിടെ അങ്ങ് സ്ഥിരതാമസമാക്കാൻ പോവാ. അല്ലേടാ ആദിമനെ? അതെ അതെ. നിങ്ങൾ വന്നത് വർത്താനം പറയാനാണോ അതോ കാഴ്ച കാണാനാണോ? മര്യാദയ്ക്ക് നടക്ക് പിള്ളേരെ, പാടി. വന്നേ നമുക്ക് എല്ലാവർക്കും ഒരു സെൽഫി എടുത്താലോ? ആ അതുകൊള്ളേ. വാ മുത്തശ്ശി. എല്ലാരും ഉണ്ടോ നോക്കി? വാ. ഞാൻ മുത്തശ്ശിയോട് നിൽക്കാം. ചേർന്ന് നിൽക്കടാ. കാണുന്നില്ല അതാ.